ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓൾമോസ്റ്റ് ഒരു മാസത്തിൻ്റെ അടുത്തായി ഞാൻ വീഡിയോ ഇട്ടിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയം ഒക്കെ ആയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇന്നത്തെ ദിവസം മീൻസ് സ്കൂൾ തുറന്ന ദിവസം ഞാനെടുത്ത വ്ളോഗാണ് എന്നുള്ളത്. അല്ല, ഒരു മാസം മുമ്പ് ഞാനെടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഈ ഒരു വ്ളോഗ് കണക്കാക്കാം. കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഹെൽത്ത് വൈസ് ആണെങ്കിലും മറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു. ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സിലു ഓക്കെ ആണോ, എന്തോ ഒരു ഫീൽ ചെയ്യുന്നു ഞങ്ങൾക്ക്, സിലു ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഏതായാലും ഇനിയിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ മീൻസ് അന്നെടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ഒന്ന് ഇടാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ മിക്കതും റോ ആയിട്ടായിരിക്കും നമ്മളങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് എഡിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ ആ സമയത്ത് നമ്മുടെ സംസാരം കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ബാസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വേറൊരു പുതിയൊരു സംഭവം കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രയലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കൂലേ, അപ്പോൾ അതുപോലെ ഹെൽത്തി ഫുഡ്സൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പാലക്കാട് ചുറ്റുവട്ടമുള്ളവർക്ക് അങ്ങനത്തെ ഫുഡ് റെഡിയാക്കി കൊടുക്കാം, ഓൾറെഡി ബുക്കിംഗ് എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ അങ്ങനെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ബോക്സ് ഒന്ന് കൊടുത്തേക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ അപ്പോൾ സിലു ഇത്രയും റിസ്ക് എടുക്കണമെന്നുള്ളത്. വെറുതെ അല്ല മക്കളെ, 5 ആൾക്കാർ, 5 ചെറിയ കുട്ടികൾ, അതും പഠിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ചിലവൊക്കെ നമുക്ക് മീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു വരുമാനം എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ബിസിനസ് കാര്യങ്ങൾ ഓൺലൈനിൽ പ്രോഡക്ട്സ് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയൊരു ലാഭം നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ സാലറി കൊടുക്കാനും ഒക്കെ ആയിട്ട് അതങ്ങനെ പോവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡീഷണൽ വരുമാനം മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് നേരം എണീറ്റിട്ട് പുറത്തിങ്ങനെ പോയിട്ട് ഊഞ്ഞാലിങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ആലോചിക്കും ഇനി അടുത്ത പ്ലാനുകളൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും കേട്ടോ. എന്നിട്ട് കുളിപ്പിച്ചാരാ അയച്ചെനിക്ക് തോർത്ത് കിട്ടിയോ നോക്ക്. അയച്ചെനിക്ക് തോർത്തെടുത്ത് കൊടുക്കടാ. ആ അവിടെ തോർത്തുണ്ടാവും, ടർക്കി ഉണ്ടാവും, നോക്ക്. വെള്ളം വേണ? ഞാൻ അതാ വരുന്നു. കുറച്ച് ഡ്രസ്സ് എടുക്കണം. എന്താ വേണ്ടത് എന്ന്
അപ്പോഴേ ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഓൺലൈൻ ട്യൂഷൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ആൽബ ലേണിംഗ്. ആൽബ ലേണിങ്ങിൽ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായിട്ട് കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ട് ട്യൂഷൻ അവരിപ്പോൾ നടത്തുന്നുണ്ട് കേട്ടോ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫീസ് റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫീസ് സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓരോ കുട്ടിക്കും ഒരു ടീച്ചർ എന്ന നിലയിലാണ് ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കും. ഇന്നത്തെ മത്സര ലോകത്തിൽ ഓരോ കുട്ടിക്കും വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്നത് വളരെ പ്രധാനമാണല്ലോ. അതുകൊണ്ടാണ് ആൽബ ലേണിങ്ങിൽ 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ എന്ന പ്രത്യേക രീതിയിൽ ക്ലാസ്സുകൾ നടത്തുന്നത്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി അവർക്കനുസരിച്ച് ക്ലാസ്സുകൾ ഒരുക്കുന്നതാണ് കേട്ടോ അവരുടെ ഒരു പ്രത്യേകത. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 30% വരെ ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ജോയിൻ ചെയ്യാം. എല്ലാ സിലബസിലും ട്യൂഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കാനും സാധിക്കും. ഗൾഫിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പാക്കേജ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർമാരാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ഡെമോ ക്ലാസ്സും ഉണ്ട്. സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസ് കുട്ടികൾക്കും ഏത് രാജ്യത്തു നിന്നും കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താലും 30% വരെ ഡിസ്കൗണ്ടോടുകൂടെ അഡ്മിഷൻ കിട്ടും കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കും 30% ഡിസ്കൗണ്ട് അഡ്മിഷൻ ലഭിക്കാനും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. എനിക്ക് പറഞ്ഞു മതിയായിട്ടാ. നിങ്ങളൊക്കെ സംസാരിക്കാനാണ് എക്സ്ട്രാ വല്ലതും കഴിക്കണം. ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ വേഗം അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. വെറുതെ എന്നെ വെറുപ്പിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും രാവിലെ നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം കൂടെ, അതായത് ഈ കുക്കിങ്ങും അതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആവുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നും. പക്ഷെ എന്നാലും അവരത്രയ്ക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ തൊണ്ടയിൽ വെള്ളമൊക്കെ പറ്റും, എന്നാലും ഞാനിത് മഷ്റൂമെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള 1-2 പണികളും കൂടെ കിച്ചണിലുണ്ടായിരുന്നു. അതും കൂടെ ചെയ്തിട്ട് ഇത് റെഡിയാക്കുകയാണ്. അപ്പോൾ മഷ്റൂം റെഡിയാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലേക്കും കൂടെ വീഡിയോ എടുക്കും കേട്ടോ. ഒരു വീഡിയോ നമ്മളൊരു ദിവസത്തെ അടുത്ത് 2-3 ദിവസത്തിന് എങ്ങനെയെങ്കിലും വീഡിയോ ആക്കാനുള്ളത് ആക്കി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടഫാണ് നമുക്ക് അന്നത്തെ ദിവസം രാവിലെ. അപ്പോൾ ഇതേ ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഇന്ദുപ്പല്ല എന്തായാലും ഒരു പിങ്ക് സോൾട്ടും കൂടി ഇട്ടുകൊണ്ടാണെന്നുള്ളത് അറിയില്ല കേട്ടോ. പിങ്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ മഷ്റൂം അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് വൈറ്റമിൻ D ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മഷ്റൂം. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഏത് നീര് മഷ്റൂമേ ഉള്ളൂ എന്നുള്ളത്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിക്കാനും നല്ലതാണ്. പിന്നെ അതിലേക്ക് കുറച്ചധികം മല്ലിയില കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മസാല ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ എരിവിന് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീനൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അതായത് ചീസ് സ്ലൈസ് 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മി കുക്ക് ചെയ്താ അമ്മി ഷെഫാണ്. വെറുതെ ഇതൊക്കെ കേട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ആക്കാൻ പാടില്ല കേട്ടോ, കേട് വരും. എന്താണ് വേറെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാം കുട്ടിക്ക്? നമുക്ക് ആൾ കൂടുതലുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ കുറച്ച് ഗ്രേവിയോടുകൂടെ കിട്ടും കേട്ടോ. ഇനി കുറച്ച് അധികം മല്ലിയില ഇത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസിൽക്കും കൂടെ ആവശ്യം വരും. അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും ദിവസങ്ങളിൽ അമ്മനില്ലാലോ, ഹജ്ജിന് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നല്ലോണം ഞാൻ ഡൗൺ ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആകെ മൊത്തത്തിൽ ഇങ്ങനെ കിളി പോയ അവസ്ഥയിൽ അമ്മേൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതും കൂടെ ഇല്ലാതായപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും കുറേ എടുത്താൽ പൊങ്ങാത്ത കുറേ ഭാരങ്ങളും.
അപ്പോൾ ചിലപ്പോൾ മനസ്സിങ്ങനെ തളർന്നു പോകില്ലേ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒന്നിലും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ലെവൽ കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകാമെന്ന് പറയില്ലേ, ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാനിത് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കൊറിയാണ്ടർ റൈസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പിങ്ക് സോൾട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കൊറിയാണ്ടർ റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം കൊറിയാണ്ടർ നമുക്ക്, അതായത് മല്ലിയില ഇതിലേക്ക് വേണം കേട്ടോ. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ബാസ്മതി റൈസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറിൽ നമ്മൾ ഉണ്ടാക്കണതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിന്. വെറുതെ ചോറ് മാത്രമായിട്ടാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്കൂളിലേക്കൊക്കെ കുറേ കുട്ടികൾക്കൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രാവിലെ നല്ല പണിയുണ്ടാവും. അപ്പോൾ സ്റ്റാഫിനെ ഞാൻ നോക്കുന്നുണ്ട്, ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ. കുറേ പേര് കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട്. അതിലാരെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ സാലഡ് ബോക്സ് കാര്യങ്ങൾ ഒക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സംഭവം. ചുച്ചുക്ക് പറ്റിയിട്ടില്ല, അവളൊരിക്കൽ കേട്ടതാണ്. ഇവിടെ അല്ല അമ്മി ഗ്ലാസ് അല്ല അതില് ഇതൊക്കെ കൊണ്ട് കിച്ചണിൽ കൊണ്ട് ഓരോന്നും കൊണ്ടുവരുന്ന ചുച്ചു ചിക്കനിൽ കൊണ്ടുവെക്കും. ഡ്രസ്സ് തരാം. ഒരു ബനിയൻ ആ കുട്ടിക്ക് എടുത്തു കൊടുക്കാവോ ചുച്ചു? അവിടെ എത്ര ബനിയൻ ഉണ്ട് എന്നറിയോ? പ്ലീസ് ചുച്ചു, ഏയ്സ ഒരു ബനിയൻ അവൾക്ക് എടുത്തു കൊടുക്കടാ. വേറെ പോയി സിലുടോക്സ് ഒന്ന് പഴയ പോലെ എഴുന്നള്ളി വന്നപ്പോൾ ഉള്ളൊരു വാക്കുകൾ കിട്ടണില്ല. ലൈക്ക് സിലുടോക്സ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോളേ ഒരു സന്തോഷം. വെറുതെ ബെഡിലിരുന്ന് ബാക്കിയുള്ളവരെ പോലെ 3 നേരം ഫുഡ് ഉണ്ടാക്കി കാണുമ്പോഴൊന്നും ഒരു രസം ഉണ്ടാവില്ല, മനസ്സിലായോ? ഇങ്ങനെ രാവിലെ എണീച്ച് എനിക്ക് ഈ പരിപാടി ഒന്നും ഇഷ്ടമല്ല സത്യം പറയണേ. ഇന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, നാളെ എടുപ്പിച്ചിട്ടാ ഞാൻ ചിലപ്പോൾ എടുക്കില്ല. എനിക്ക് പണിയാണെങ്കിലും തന്നെ രാവിലെ എണിക്കേണ്ടി വന്നതാണെങ്കിലും തന്നെ ഒരു സന്തോഷം. ഞാൻ കുറേ ദിവസമായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഴയ ആക്ടിവിറ്റീസിലേക്ക് കടന്നിട്ട്. ഇതാണ് അമ്മി, ഇതാണ് സൽഹ, അതാ കണ്ട സത്യം. ഇതാണ് അമ്മി. പിന്നെ ലൈക്ക് അങ്ങനെ ഒരു തോന്നൽ, ബിക്കോസ് യു ആർ നോട്ട് എ റെഗുലർ മോം, യു നോ വാട്ട് ഐ മീൻ. യു ആർ എ സൂപ്പർ പവർ മോം. അമ്മ ഞാൻ മുടി കളർ അടിക്കട്ടെ. അല്ല പറഞ്ഞ സ്ഥിതിക്ക് വല്ല ഗുണം വേണ്ടേ? നോ ബട്ട് സീരിയസ്ലി ലൈക്ക് അമ്മ വെറുതെ ബെഡിൽ കടന്നിരുന്ന് ഡിപ്രഷൻ അടിച്ച് കാണുന്നതിനെക്കാട്ടി ഇതാ രസം. ഡിപ്രഷൻ അടിച്ചാൽ പൈസ കിട്ടൂല, ജീവിക്കണ്ടേ, വേറെ വഴിയില്ല. വെറുപ്പിച്ച് എന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡും എല്ലാം പലരും പല രീതിയിൽ വെറുപ്പിച്ച് അതോടുകൂടെ മടുത്ത്, സത്യം പറഞ്ഞാൽ മടുത്തതാണ്. പക്ഷെ എന്തൊക്കെയോ ഒരു നഷ്ടബോധം, ആരൊക്കെയോ ചെയ്ത തെറ്റിന് ഞാനെല്ലാവരും എന്ന് തോന്നുന്നു. അത് മാം തന്നതാണ് നിനക്ക്. അതിനെന്താണ് ഇന്ന് ഇടാലോ? മാം കുട്ടിക്ക് ഡ്രസ് ഇല്ലാണ്ട് കുട്ടിക്ക് സ്കൂളിൽ നിന്ന് മാം ഡ്രസ് കൊടുത്തിട്ട് അതൊക്കെ മാറി. അതാ അത് തിരുമ്പിയായി ചുമ്മാ അത് അലക്കി ഇനി ഇടാം. ഓക്കെ.
ഇനിയിപ്പോൾ നമ്മുടെ റൈസ് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല രസമല്ലേ? അപ്പോൾ നമുക്കിത് വെറുതെ കഴിക്കാം. മാത്രം ചോറ് അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും വിശക്കണില്ലേ? കുറച്ച് പാത്രം ഇട്ടേട്ടെ. എച്ചു മുഖത്തൊന്ന് മുടി മാറ്റ്. കൊറിയാണ്ടർ ഫ്ലേവർ ഓറഞ്ച്. അതിൽ ഇത് വെക്കുമല്ലോ, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ല രസമുണ്ടാവും. അറിയാൻ പറ്റിട്ട് വേണ്ടട്ടാ, ട്രയാങ്കിൾ ആക്കിയാൽ മതി കേട്ടാ. ചുച്ചോ കുക്കുംബറിനെ രക്ഷപ്പെടുത്ത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെയും വൈകിട്ടുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് മക്കളെ ബൈക്കിൽ 3 പേരെയും വെച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവിടണം. ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്ററിൻ്റെ അപ്പുറമുണ്ട്, അതിൽ പോരാ 5-6 കിലോമീറ്ററിന് മുകളിലുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ. എനിക്കാണെങ്കിൽ ബൈക്കിൽ ഞാൻ കുറച്ച് ഹൈറ്റ് കുറവാണ് ഗൈസ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര വലിയ ആളായിട്ട് അല്ല ഉള്ളത്, ഞാൻ ചെറുതാണ്. സോ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഇത്രയും ചെറിയ ആളാണോ, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ വലിയ പെണ്ണെ പോലെ ഉണ്ടല്ലോ എന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഹൈറ്റൊക്കെ കുറവാണ്, ഇത്രയ്ക്കും തടിയും തോന്നിക്കൂല. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ബൈക്കിലിരിക്കുമ്പോൾ കുട്ടികളെ അത്രയും വെയിറ്റൊന്നും എനിക്ക് ബാലൻസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല കേട്ടോ. അങ്ങനെ പേടിയാണ് കുട്ടികൾ താഴെ വീഴുമോയെന്ന് പറഞ്ഞിട്ട് ഞാൻ റന്നെ വെച്ചിട്ട് പോകും. അപ്പോൾ റന്നാൻ്റെ അടുത്ത് പറയും, ഞാൻ വണ്ടി ചെറിയണ പോലെ തോന്നിക്കഴിഞ്ഞാൽ കാല് നിലത്ത് വെക്കണം കേട്ടോ എന്നിട്ട്. അവരെ കാലെത്തുമല്ലോ, അവരെന്നേക്കാളും ഹൈറ്റ് ഉണ്ട്, ഹയാനും. പക്ഷേ ചെറിയ കുട്ടികൾ ഒരാളിനൊക്കെ വെച്ചിട്ട് പോകും, 3 പേരിനെയും വെക്കുമ്പോൾ എനിക്ക് പേടിയാണ്, റബ്ബേ ഞാൻ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരെ രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുവിടണം, വൈകുന്നേരം കൊണ്ടുവരണം. അങ്ങനെ ഒരു ദിവസം വണ്ടി തിരിക്കുന്ന സമയത്ത് കാല് വീഴാൻ പോയി. ഇവർ അനങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് പോവും. അപ്പോൾ അങ്ങനെ വണ്ടി അങ്ങനെ ചരിഞ്ഞു 3 പേരുടെ ആ വെയിറ്റും എൻ്റെ വെയിറ്റും വണ്ടീൻ്റെ വെയിറ്റും എല്ലാം കൂടെ എൻ്റെ ഒടിഞ്ഞ കാലില്ലേ അതിലേക്ക് വന്ന് ഇവർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രഷർ കൊടുത്ത് എൻ്റെ കാല് വേദനയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ശരിക്കും മനുഷ്യന് നടക്കാൻ പറ്റില്ല, മനുഷ്യന് ശരിക്കും കഴുത്ത് കുനിയാൻ പറ്റില്ല, കണ്ണിൻ്റെ പ്രോബ്ലം, അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും കുറേ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫിനാൻഷ്യലി അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡും കൂടിയാണ്. കാരണം നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ആരോഗ്യത്തോടു കൂടെ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് കുറേ കാലത്തിന് സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിൻ്റെ മൂടി ഇവിടെ എവിടെ ഉണ്ടല്ലോ, എടുത്തിട്ട് വരുമോ? അല്ല, ഞാൻ ചുടുകളാക്കിയിട്ടുണ്ട്, അത് ഇനിയിപ്പോൾ ജഗ്ഗിലേക്ക് മാറ്റണം. ജഗ്ഗ് കഴുകിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ? ആറിയിട്ടുണ്ടാവുമല്ലോ.
ഇത്ര നേരമായില്ലേ? എത്ര നേരം? 10:30. ശരി. മക്കൾക്ക് രാവിലെ ഇങ്ങനത്തെ റൈസൊക്കെ കണ്ടു കഴിഞ്ഞാൽ രാവിലെയും അതന്നെ കഴിക്കാൻ മതി എന്ന് പറയും. അവരത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരമെങ്കിലും കുട്ടികളെ നോക്കിയിട്ട് അയ്യോ സഹതാപപ്പെടും. അയ്യോ ആ കുട്ടികൾക്ക് നാഷ്ട കൊടുക്കുന്നില്ലല്ലോ, ചോറിനെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി കുട്ടികൾക്കില്ലാത്ത വിഷമം ആർക്കും വേണ്ട, അവർക്കത് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല ഈ എല്ലാ കാര്യങ്ങളും രാവിലെ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും റിലാക്സേഷൻ കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആരും ഇനിയിപ്പോൾ നാഷ്ടല്ലേന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കേട്ടോ. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് തന്നെയാണ് ഞാൻ അവർക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു എളുപ്പപ്പണിയാണ്, ഒന്നിച്ചിങ്ങനെ ഫുഡ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് 3 പേരെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കും. എനിക്ക് അത്ര വലിയ ക്ഷമയൊന്നും ഇല്ല കേട്ടോ. കുട്ടികളിങ്ങനെ ഓടുക, പിന്നെ തിരിഞ്ഞു വന്ന് ഒരു വായ വാങ്ങുക, അങ്ങനെ പുറകെ നടന്ന് എനിക്ക് ഫുഡ് കൊടുക്കണ ഇഷ്ടമല്ല. ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറയും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവരതുപോലെ അനുസരിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വാങ്ങിക്കോളും. കള്ളി दीदी पाहिजेगा वरदो तुमने हेजा टूलिक्स और मशरूम मशरूम तुमने पूरी ചെയ്യണ്ട എന്നെ പോയി ചെയ്യണ്ട പറഞ്ഞില്ലേ എന്നെ പോയി ചെയ്യണ്ട ദാ മതി 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 ഇപ്പം ബോക്സ് പോയി ഞാൻ ആക്കൂട്ടാ. എടി ഒരു പാത്രത്തിലിട്ട് കഴിക്കുന്ന അപ്പൊ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അവള് നക്കിക്കോട്ടെ വിട്. ശരി മതി, ഇനി എനിക്ക് വെക്കോ കുറച്ച്. ഇവരുടെ അഴുക്ക് കൈയായിരിക്കുന്നത്. ആ ശരി മതി, പാക്കിങ് കഴിയുകൊണ്ട്. ശരി ഇരിക്കവിടെ. റംസംസം റംസംസം ബുരു 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 റംസംസം Dudi dudi ram zam 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 dudi dudi zam 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 dudi dudi ram zam zam ram zam zam. അതിന് ഫ്രണ്ടിൽ കുറച്ചും കൂടി മാത്രം എടുത്ത് വെച്ചാൽ മതി. അമ്മ എനിക്ക് അവനെ പോലെ കെട്ടിട്ടാ അവനോളെ ഇതുപോലെ ശരിയാസ്തോക്ക് ഇത് കെട്ടിനാസ്തോ ഇത് നീ രീതിയിൽ പോയിക്കാതെ നല്ലത്. ഇതൊന്ന് പാത്രം കഴിട്ടാടാ. ഇന്ന് ആരാണ് വീട് തുടയ്ക്കുക? ഇപ്പൊ പാത്രം കഴിത്താൻ അറിയ പാത്രം കഴിവോട് കൂടെ എല്ലാറ്റിലും അങ്ങനെ ഉണ്ടാവും. കഴിവുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ ദേ അവരെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ ഹാനെ കൊണ്ട് പാത്രം കഴുകി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും അത് ഡൈജസ്റ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. ആൺകുട്ടികൾ ചെയ്യരുത് എന്ന് പലരും വിചാരിക്കുന്ന കുറേ പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. വേറെ ഒന്നും കൊണ്ടല്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾ മറ്റുള്ളവരോട് സഹാനുഭൂതിയും കാരുണ്യം ഉള്ള ആൾക്കാരായിട്ട് വളരണം എന്നൊരു നിർബന്ധമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഒരാളുടെ അധ്വാനത്തിനെ ചൂഷണം ചെയ്യുന്നവരായിട്ട് ഇവർ വളരാൻ പാടില്ലല്ലോ.
മറ്റുള്ളവരോട് നമ്മളെപ്പോഴും എമ്പതി സിമ്പതി ഒക്കെ ഉള്ളവരായിരിക്കണം. അല്ലാത്തവരുടെ കൂടെ നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മിക്ക സമയത്തും ചിലപ്പോൾ ചെയ്ത് കിട്ടി എന്നൊന്നും വരില്ല, പക്ഷേ എങ്കിലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് വരുന്ന ആരാണെങ്കിലും കുറച്ചെങ്കിലും എന്താ പറയുക സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.